നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രൗഢമായ അടയാളമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളകൾ. മേളയുടെ നടത്തിപ്പിലും പങ്കാളിത്തത്തിലുമെല്ലാം സ്ത്രീ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാം. സമൂഹ ജീവിതത്തിലെ വനിതകളുടെ ഇടപെടലിൻ്റെ നേർചിത്രങ്ങളാണ് അന്തർദേശീയ ചലച്ചിത്രോത്സവം. അലക്സ് റാം മുഹമ്മദിൻ്റെ റിപ്പോർട്ട്. അതിരാവിലെ എത്തുന്നത് ഈ ചേച്ചിമാരാണ്. ചവറും കുപ്പിയും കരിയിലയും അടിച്ചുവാരി ഇടം വൃത്തിയുള്ളതാക്കും. കുടുംബശ്രീ പ്രവർത്തകരും നഗരസഭാ ജീവനക്കാരുമുണ്ട് കൂട്ടത്തിൽ. മൊത്തം ഇവിടെ തന്നെ ഇപ്പം 10 പേരുണ്ട്. ഷിഫ്റ്റ് രാവിലെ 6 പേരുണ്ട്, ഉച്ചയ്ക്ക് ശേഷം 2 പേര്, അങ്ങനെ മൊത്തം 10 പേരുണ്ട്. പിന്നെ പല ഭാഗത്തായിട്ട് 100ഓളം ആൾക്കാർ നിൽപ്പുണ്ട്. ഇങ്ങനെ ചലച്ചിത്രമേളയുടെ വേദിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കാണരുതെന്ന നിർബന്ധമുണ്ട് ഹരിതകർമ്മസേനയ്ക്ക്. പിന്നാലെ ഒഫീഷ്യലുകൾ എത്തും, ചുമതലകൾ ഏറ്റെടുക്കും. അവരെ നിയന്ത്രിച്ചും നിയോഗിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും സദാ ജാഗരൂകരായി ഉദ്യോഗസ്ഥർ. ഇന്ന് കാണാനുള്ള ചിത്രങ്ങളുടെ പട്ടിക തയ്യാറാക്കി ക്യൂവിലേക്ക് ഓടിയെത്തുന്ന ഡെലിഗേറ്റുകളാണ് മേളയെ മേളയാക്കുന്നത്. ഞാൻ വലിയൊരു സിനിമ ആരാധികയാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ വരാറുണ്ട്. പിന്നെ എല്ലാ ഭാഷയിലുള്ള ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. അത് കാണാൻ ഇതിൽ നല്ലൊരു അവസരം, ഒരു പ്ലാറ്റ്ഫോം വേറെ കിട്ടാറില്ല. IFFK പോലെ ലേഡീസിന് സ്വാതന്ത്ര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാതികളില്ലാതെ ഡെലിഗേറ്റുകളെ തിയേറ്ററുകളിലേക്ക് പ്രവേശിപ്പിച്ച് സിനിമയെക്കുറിച്ചൊരാമുഖം. വെള്ളിത്തിരയിൽ പടം കളിക്കുമ്പോൾ പുറത്തു സിനിമയെ വെല്ലുന്ന ജീവിതങ്ങൾ കയ്യടി നേടുകയായിരിക്കും. കൈകൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളും വസ്തുക്കളുമായി പ്രീത ചേച്ചി തോന്നക്കലിൽ നിന്നാണ് ദിവസേന ടാഗോറിലേക്ക് എത്തുന്നത്. അയ്യോ, വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുക, അപ്പോൾ അതിൽ നമുക്ക് കുറേ കൂടി ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റുക. ഒരു സ്ത്രീ എന്നുള്ളതിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനമാണ് തോന്നുന്നത്. സിനിമയുടെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുടെ ശക്തമായ സാന്നിധ്യമാണ് മേളയുടെ മുഖമുദ്ര. സ്ത്രീ, ശരീരം, സമൂഹം, സംഘർഷം എന്നിങ്ങനെ അനവധി തലങ്ങളിലൂടെ അതിതീവ്രമായി സംവേദനം ചെയ്യുന്ന 8 ലോകോത്തര സിനിമകൾ മേളയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതടക്കം 41 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ മേളയുടെ കാതലാകുന്നു. But I'm glad that I got to sit with male directors this time, because always I've been sidelined and I get a chance to speak amongst women. Normally that has been a practice, that is like a ritual for the past couple of days, but this is for the first time I get to sit with male directors. കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്ത് മേളയുടെ ഹൃദയമിടിപ്പിനെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നവരുണ്ട് എമ്പാടും. എൻ്റെ ഒരു പാഷനാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. ഒന്നാമത് സാംസ്കാരിക പരിപാടികൾ ഇതെല്ലാം ഞാൻ കവർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് IFFK പണ്ട് മുതലേ വരാറുണ്ട്. സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാം, ആടാം, പാടാം. സിനിമയുടെ ആത്മാവ് തൊട്ടവരെ അടുത്തു കാണാം, സ്പന്ദനങ്ങൾ അറിയാം. I feel so strong as a woman when I'm in Kerala, because I see how free and how supported the women are. And I feel like this is the way that we should continue to support women, through equality, by being allies and by creating safe spaces. And I've felt all that and more in Kerala. നോക്കൂ, എത്ര പേർ പൊരുതുന്നവർ, അധ്വാനിക്കുന്നവർ, ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നവർ. നിങ്ങളാണ് IFFKയുടെ തലപ്പൊക്കം. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.
ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.